ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം സത്യത്തിൽ ജീവിക്കാം എന്ന 5-ാം പാഠമാണ്. സത്യത്തിൽ ജീവിക്കാം. എന്താണ് സത്യം? സത്യമെന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനാണ് വഴിയും സത്യവും ജീവനുമെന്ന് ഈശോനാഥൻ നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ തന്നെയാണ് സത്യമെന്ന് വീണ്ടും യോഹന്നാൻ 14:6 ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ആരാണ് സത്യം? ഈശോയാണ് സത്യം. ദൈവമാണ് സത്യം, അല്ലേ? ദൈവം സത്യവാനാണ്. ദൈവത്തിൻ്റെ വചനം സത്യമാണ്. നിയമങ്ങൾ സത്യമാണ്. ദൈവം തന്നെ സത്യവാനായതിനാൽ ദൈവമക്കളായ നാം ഓരോരുത്തരും സത്യത്തിൽ ജീവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്, അല്ലേ? അതെ. ഇനി നമ്മുടെ പാഠഭാഗത്തേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ ആമുഖത്ത് കാണുന്നത് 5-6 ചോദ്യങ്ങളാണ്. അതിലാദ്യത്തെ ചോദ്യം, എപ്പോഴെങ്കിലും അസത്യം പറയേണ്ടി വന്നിട്ടുണ്ടോ എന്ന്. എന്തൊരു ചോദ്യമല്ലേ ഇത്! ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കള്ളം പറയാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? ഉണ്ടായിട്ടുണ്ടാവുമോ? വിശുദ്ധന്മാരൊക്കെ കാണുമായിരിക്കും. നമ്മളെപ്പോലെയുള്ളവരോ ഞാൻ ഒരിക്കലും നുണ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുന്നതായിരിക്കും ചിലപ്പോൾ ഏറ്റവും വലിയ നുണ, അല്ലേ? ഓക്കെ. ഇനി മറ്റൊരു ചോദ്യം, സത്യത്തെ വളച്ചൊടിച്ചിട്ടുണ്ടോ എന്ന്. സത്യത്തെ വളച്ചൊടിച്ചിട്ടുണ്ടോ? അത് ഇപ്പം ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്, അല്ലേ? മറ്റൊരു ചോദ്യം, സത്യത്തിൻ്റെ വില അറിയാതിരുന്നിട്ടുണ്ടോ എന്ന്. നുണ പറഞ്ഞ് നമ്മൾ സത്യം പറയുന്നതിൻ്റെ ഒരു വില അറിയാതിരുന്നിട്ടുണ്ടോ എന്ന്, അല്ലേ? നമ്മൾ പലപ്പോഴും സത്യം അമൃതാണെന്ന് തിരിച്ചറിയാതെ നുണയാകുന്ന തേൻ നൂർന്നുകൊണ്ട് നടക്കുന്നവരാണ്. നമ്മൾ പലപ്പോഴും സത്യത്തിൻ്റെ വില തിരിച്ചറിഞ്ഞിട്ടില്ല, അല്ലേ? ഇനി സത്യം എന്തെന്ന് അറിയുമ്പോൾ പോലും അത് അറിയാവുന്നതായി നടിക്കാതിരുന്നിട്ടുണ്ടോ എന്ന്. എനിക്കറിയില്ല എന്ന് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ സത്യം നമുക്ക് അറിയാവുന്ന സാഹചര്യത്തിൽ പോലും അത് തുറന്നു പറയാതെ എനിക്കറിയില്ല എന്ന് സത്യം അറിയാത്തവരെ പോലെ നടിച്ചിട്ടുണ്ടോ എന്ന്. സത്യത്തിന് വേണ്ടി ജീവിച്ച മഹാത്മാക്കളെ ആരെങ്കിലും അറിയാവോ? ഇല്ലേ? വിശുദ്ധരെ അറിയാവോ? വിശുദ്ധ ജോൺ നെബുൻസിയാസിനെ പോലെയുള്ള വിശുദ്ധരൊക്കെ അനേകം വിശുദ്ധരുണ്ടല്ലേ, സത്യത്തിന് വേണ്ടി നിലയുറച്ച വിശുദ്ധർ. മറ്റൊരു ചോദ്യം, സത്യം മറച്ചു വെക്കുകയോ വളച്ചൊടിക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ സമൂഹത്തിൽ നിന്ന് ദർശിച്ചിട്ടുണ്ടോ എന്ന്. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയും മാധ്യമ വിചാരണകളും ചാനൽ ചർച്ചകളുമെല്ലാം കാണുമ്പോൾ നമുക്ക് തീർച്ചയായും മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. പലപ്പോഴും അത് പൂർണ്ണമായ ഒരു സത്യമല്ല അവിടെ വെളിവാക്കപ്പെടുന്നത്. സത്യത്തെ മറച്ചു പിടിക്കുകയോ സത്യത്തെ വളച്ചൊടിക്കുകയോ ചെയ്തുകൊണ്ടാണ് ചാനൽ റേറ്റിങ്ങിന് വേണ്ടി പലരും പല സംഭവങ്ങളും ചാനലിലൂടെ പുറം ലോകം അറിയുന്നത് തന്നെ, അല്ലേ? അതുപോലെ തന്നെയാണ് ലൈക്കും ക്ലിക്കും എല്ലാം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ടൈറ്റിലുകൾ. പല യൂട്യൂബ് വീഡിയോസിൻ്റെ ടൈറ്റിലുകളും വാർത്തകളുടെ ടൈറ്റിലുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ടൈറ്റിൽ. എന്നാലും അത് എന്താ അതിൻ്റെ ഉള്ളിലെ വാർത്തയെന്ന് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടൈറ്റിലുമായി ഒരു ബന്ധവും ഇല്ലാത്ത വളച്ചൊടിക്കപ്പെട്ട മറ്റൊരു വാർത്തയായിരിക്കും പറയുന്നത്, അല്ലേ? അപ്പം ഇതെല്ലാം മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന, വഞ്ചിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഇങ്ങനെ സത്യത്തിന് നിരക്കാതെ നമ്മൾ പെരുമാറുമ്പോൾ എന്താ സംഭവിക്കുക? ശാരീരികമായും ആത്മീയമായും മാനസികമായും സാമൂഹികമായുമെല്ലാം ധാരാളം അസ്വസ്ഥതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സത്യം എന്നത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. ആ സത്യം പറയുക എന്ന് പറഞ്ഞാൽ ഒരേ ഒരു കാര്യം മാത്രം റിപ്പീറ്റ് ചെയ്താൽ മതി. എന്നാൽ നമ്മളൊരു നുണയാണ് പറയുന്നതെങ്കിൽ ആ നുണയെ മറയ്ക്കാൻ മറ്റൊരു നുണ, വീണ്ടും അതിൻ്റെ മേൽ വീണ്ടും ഒരു നുണ, നുണകളിങ്ങനെ പറഞ്ഞ് കുന്നുകൂടും, അല്ലേ? എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സത്യമാണ് പറയുന്നതെങ്കിൽ എത്ര നിസ്സാരം. സത്യമായിട്ട് പറയാം. സത്യം പറയുന്നത് നിസ്സാരമാണോ? അല്ല, അല്ലേ? സത്യമായി തന്നെ തുറന്നു പറയുവാൻ ചങ്കുറപ്പാണ് വേണ്ടത്, നിസ്സാരമല്ല അത്. മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി തീരുന്ന നാം ഓരോരുത്തരിലേക്കും ഈശോ കടന്നു വരികയും നാം ഈശോയിലായിരിക്കുകയും ഈശോ നമ്മിലായിരിക്കുകയും ചെയ്യുന്ന ക്രൈസ്തവരായ ഓരോ മക്കളിലും സത്യം കുടികൊള്ളുന്നു. ഈ സത്യത്തിൽ ചരിച്ച് സത്യസന്ധരായി ജീവിക്കുവാൻ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം സത്യത്തിൽ വ്യാപരിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നമുക്ക് അതിൻ്റെ കടമയുണ്ട്, നമ്മളതിന് ബാധ്യസ്ഥരുമാണ്. അങ്ങനെയുള്ള നമ്മൾ സത്യത്തിന് വിരുദ്ധമായ പാപങ്ങൾ ചെയ്യുന്നുണ്ടോ? ഞാനും നിങ്ങളും സത്യത്തിന് വിരുദ്ധമായ പാപങ്ങൾ ചെയ്യുന്നുണ്ടോ? ഞാനങ്ങനെ നുണ പറയാറൊന്നുമില്ല. അങ്ങനെയാണോ ഇപ്പോൾ ചിന്തിക്കുന്നത്? ശരി, നമ്മൾ നുണ പറയില്ലായിരിക്കാം, എങ്കിലും സത്യത്തിനെതിരായ പാപങ്ങൾ ചെയ്യുന്നുണ്ടോ?
സത്യത്തിനെതിരായ പാപങ്ങൾ എന്താണെന്നല്ലേ നമ്മൾ അതിന് മുമ്പ് അറിയേണ്ടത്. പറയാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്നു, നാം ഓരോരുത്തരും വ്യാജം വെടിഞ്ഞ് സത്യം മാത്രം സംസാരിക്കണം. എന്തെന്നാൽ നാം ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ആരാണ് നമ്മുടെ അയൽക്കാരെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ ആരെന്ന് നമുക്കറിയാം. നമ്മുടെ പേരൻസിൻ്റെ മക്കളായിട്ടുള്ളവർ മാത്രമാണോ നമ്മുടെ സഹോദരങ്ങൾ? അല്ല, അല്ലേ? ക്രിസ്തു ആകുന്ന ശരീരത്തിൽ, ക്രിസ്തു ആകുന്ന സഭയിൽ, സഭയുടെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയിലെ ഓരോ അംഗങ്ങളും സഹോദരി സഹോദരന്മാരാണ്. ദൈവപിതാവിൻ്റെ മക്കളായ നാം ഓരോരുത്തരും സഹോദരി സഹോദരന്മാരാണ്. ഈ സഹോദരനെതിരെ, ഈ സഹോദരിക്കെതിരെ വ്യാജം വെടിഞ്ഞ് സത്യം സംസാരിക്കണം. അവരോട് നമ്മൾ വ്യാജം വെടിഞ്ഞ് സത്യം സംസാരിക്കണം. ഈ സഹോദരനോ സഹോദരിയോ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ പർവ്വതീകരിച്ചുകൊണ്ട് നമ്മൾ അവരെ വിധിച്ചിട്ടുണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യം. കഴിഞ്ഞ ക്ലാസ്സിലും ടീച്ചർ ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ്. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. എന്തെന്നാൽ നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും, അല്ലേ? അങ്ങനെയാണ് നമ്മളോട് വചനം പറയുന്നത്. നമ്മൾ ആരെങ്കിലും, പ്രത്യേകിച്ച് ക്രൈസ്തവരായ ആരെങ്കിലും തെറ്റ് ചെയ്ത് എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നു, നമ്മൾ ആ തെറ്റ്, അതിനെക്കുറിച്ച് നമ്മുടെ കുടുംബത്തിലോ നമ്മളുടെ സുഹൃത്തുക്കൾക്കിടയിലോ വീണ്ടും നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് അവരെ വിമർശിക്കുന്നു. ഇങ്ങനെ വിമർശിച്ച് അവർക്ക് നേടിക്കൊടുക്കേണ്ട ശിക്ഷ എന്തെന്നെല്ലാം നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു. ക്രിസ്തുവാകുന്ന സഭയിലെ ഒരു വ്യക്തിയെക്കുറിച്ച് അവരുടെ ഭാഗത്തൊരു തെറ്റ് വന്നിട്ടുണ്ട്. ആ തെറ്റിനെ പർവ്വതീകരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മൾ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ്, ചാനൽ ചർച്ചകൾ, നമ്മുടെ വീട്ടിൽ ചർച്ചകൾ, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ചർച്ചകൾ, ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങി ഒരു കൂട്ടത്തിൽ നിന്നുകൊണ്ട് അവിടെ നിന്ന് വീണ്ടും ചർച്ച. ആരെക്കുറിച്ച്? ക്രിസ്തുവിൻ്റെ സഭയിലെ ഒരംഗത്തെക്കുറിച്ച്. അവർ തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്യാതിരുന്നോ അതവിടെ നിൽക്കട്ടെ, എങ്കിലും അതിനെക്കുറിച്ചുള്ള ചർച്ച, അവരെ വിചാരണ ചെയ്യുക, അവരെ നമ്മളുടെ നാവ് കൊണ്ട് വിധിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ക്രിസ്തുവാകുന്ന മണവാളനെ വേദനിക്കുമോ ഇല്ലയോ? നമ്മുടെ പപ്പയ്ക്ക് വേദനിക്കുമോ? മമ്മിയെക്കുറിച്ച് നമ്മൾ അപവാദം പറയുമ്പോൾ വേദനിക്കും. എങ്കിൽ തീർച്ചയായും ക്രിസ്തുനാഥനും വേദനിക്കും. അപ്പോൾ ക്രിസ്തു അവർക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്യാനായിട്ട് വരില്ലേ? വരും. നമ്മൾ എതിർപക്ഷത്താവില്ലേ? ആവും. ആരുടെ എതിർപക്ഷത്ത്? ക്രിസ്തുവിൻ്റെ എതിർപക്ഷത്ത്. ഓർക്കുക, ക്രൈസ്തവരായ നമ്മുടെ സഹോദരി സഹോദരന്മാരെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ, നമ്മൾ അവർ ചെയ്യുന്ന തെറ്റുകളെക്കുറിച്ച് പർവ്വതീകരിച്ച് സംസാരിക്കുമ്പോൾ, ഭവനങ്ങളിലും സുഹൃത്തുക്കൾക്കിടയിലും അത് ചർച്ചാ വിഷയമാക്കുമ്പോൾ ഓർക്കുക, നീ കർത്താവിനെതിരെ നിൽക്കുന്നു. വ്യക്തമാണെന്ന് മനസ്സിലാകുന്നു, അല്ലേ? നമ്മളുടെ ഫ്രണ്ടിനെ കുറിച്ച് നമ്മൾ അനാവശ്യമായ കാര്യമാണ് പറയുന്നതെങ്കിലോ, സത്യത്തെ വളച്ചൊടിച്ച് രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയോ അതല്ലെങ്കിൽ വ്യാജമായ കാര്യങ്ങൾ പറഞ്ഞു പരത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അപവാദം പറയുക എന്ന തിന്മ നമ്മൾ അവിടെ ചെയ്യുന്നു. ഏതെങ്കിലും രണ്ട് ഫ്രണ്ട്സ് വളരെ ഐക്യത്തോടുകൂടി പോകുന്നു, അവർക്ക് അവരുടെ ആ ഒരു സ്നേഹബന്ധം കണ്ട് നമുക്ക് അസൂയ മൂത്ത് ഒരാളോട് മറ്റേയാൾ പറഞ്ഞതോ പറയാത്തതോ കാര്യം ചെന്ന് പറഞ്ഞുകൊണ്ട് മറ്റേയാൾ ഇങ്ങനെയൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് പറയുകയും തിരിച്ച് മറ്റേയാളുടെ അടുത്ത് ചെന്ന് ഇയാൾ പറയാത്ത കാര്യങ്ങളും പറഞ്ഞതും ഒക്കെ കൂടി കൂട്ടിക്കലർത്തി പറയുകയും ചെയ്ത് അവരെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്നൊരു ആനന്ദം കണ്ടെത്തുക. ഇതൊക്കെയാണ് ഈ ഏഷണിക്കാരൻ എന്ന് പറയുന്നത്. ഏഷണി പറയുക എന്നാണ് അതിന് പറയുക. ഒരാൾ പറഞ്ഞതോ പറയാത്തതോ ആയ കാര്യങ്ങൾ മറ്റൊരു വ്യക്തിയോട് ചെന്ന് പറഞ്ഞുകൊണ്ട് അവരെ പരസ്പരം കലഹത്തിലേക്ക് തള്ളിവിടുന്ന ഒരവസ്ഥയാണ് ഈ ഏഷണി പറയുക. അതും സത്യത്തിന് വിരുദ്ധമായ മറ്റൊരു പാപമാണ്. നമ്മുടെ സ്വന്തം ബോധ്യത്തിനും നമ്മുടെ മനസ്സിന്, നമ്മുടെ മനസാക്ഷിക്ക് നിരക്കാത്തതായ ഒരു കാര്യം നമ്മൾ പറയുകയാണ്. നമ്മുടെ മനസാക്ഷിക്ക് സത്യമെന്ന ബോധ്യമുണ്ടായിട്ട് അതിനെതിരായിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അതാണ് നുണ,
അതുപോലെ തന്നെ കാണാത്ത കാര്യം കണ്ടു എന്ന്, കേൾക്കാത്തൊരു കാര്യം കേട്ടു എന്നെല്ലാം നമ്മൾ പറയുമ്പോൾ അതാണ് കള്ളസാക്ഷ്യം. ഇനി ആ ഒരു പുലമ്പൽ ശബദമായി തീരുമ്പോൾ അത് കള്ളസത്യമായി തീരുന്നു. പ്രത്യേകിച്ച് കോടതിയിലോ മറ്റോ എല്ലാം നമ്മളത് ആവർത്തിച്ച് പറയുമ്പോൾ, ആണയിട്ട് പറയുമ്പോൾ അത് കള്ളസത്യമായി തീരുന്നു. കള്ളസാക്ഷ്യം പറയുക എന്നുള്ളതും നുണ പറഞ്ഞ് ഇങ്ങനെ സത്യത്തിന് നിരക്കാത്ത രീതിയിൽ പെരുമാറുമ്പോഴുള്ള അനന്തര ഫലങ്ങൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ മനസ്സിന്, നമ്മളുടെ മനസാക്ഷിക്ക് അറിയാം സത്യം എന്തെന്ന്. നമ്മളതിന് അപ്പം നമ്മുടെ മനസാക്ഷി നമ്മളുടെ ശരീരത്തിലേക്ക്, നല്ല നെർവ്സ് നമ്മളുടെ ബ്രെയിനിലേക്ക് ഈ സത്യം എന്തെന്ന് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മെസ്സേജാണ്, സത്യം എന്തെന്നുള്ള മെസ്സേജാണ് നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മളുടെ മനസാക്ഷി പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മളവിടെ നുണ പറയുന്നു. നുണ പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ഈ മെസ്സേജുകൾ വിഘടിക്കുവാണ്. സത്യം എന്തെന്ന് ഒരു വശത്തു നിന്നും, എന്നാൽ നമ്മുടെ നാഥരം കൊണ്ട് നമ്മൾ നുണ പറഞ്ഞു കഴിയുമ്പോൾ 2 മെസ്സേജുകൾ ഒന്നിച്ചു വന്നു. നമ്മുടെ ശരീരത്തിൽ തന്നെ അവിടെ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു വിഘടിക്കൽ വരുന്നു. അസത്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം തന്നെ നമ്മോട് എതിർത്ത് നിൽക്കും. ശരീരം തന്നെ നമ്മളോട് എതിർക്കുന്നു. പലപ്പോഴും നമ്മുടെ കണ്ണുകൾ സത്യം പറഞ്ഞൊന്നിരിക്കാം. നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് നമ്മളുടെ ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മനസ്സാക്ഷിയിൽ നിന്ന് സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാനസികമായും ശാരീരികമായും എല്ലാം നമ്മളോട് തന്നെ എതിർത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സാക്ഷിക്കറിയാം എന്താണ് സത്യം എന്നുള്ളത്. ആ സത്യത്തിന് എതിരായിട്ട്, മനസ്സാക്ഷിക്ക് നിരക്കാത്ത രീതിയിൽ നമ്മൾ സത്യത്തിനെതിരായി നിലനിൽക്കുമ്പോൾ നമ്മളോട് തന്നെ നമ്മൾ വിഘടിക്കുന്നു. 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെസ്സേജുകൾ ഒന്നിച്ച് പാസ് ചെയ്യുമ്പോൾ ഏത് മെസ്സേജ് സ്വീകരിക്കണമെന്നറിയാതെ നമ്മുടെ തലച്ചോറ് പോലും ഭ്രമിച്ചു പോകുന്ന ഒരവസ്ഥ വരുന്നു. പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളാണ് ഓരോ വ്യക്തിയിലും പലതരം രോഗങ്ങൾക്ക് തന്നെ അല്ലെങ്കിൽ മരണത്തോളം തന്നെ കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ അതനുസരിച്ച് ഹോർമോണുകൾക്ക് പോലും വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യം ഇതാണ് ഇതിൻ്റെ ബേസ്. ഈ നാർക്കോ അനാലിസിസ് എന്നൊക്കെ പറയുന്നതിൻ്റെയൊക്കെ ബേസിസ് തന്നെ ഇതാണ്. ശാസ്ത്രീയമായിട്ട് നുണ പരിശോധന എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. നുണ പറയുന്നതിന് അതെങ്ങനെ പരിശോധിക്കാൻ സാധിക്കും? നമ്മളുടെ ശരീരം തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഹോർമോൺ തന്നെ നമ്മളുടെ ശരീരത്തിലുള്ള ഓരോ കാര്യങ്ങൾ തന്നെ നമ്മളിൽ നിന്ന് വിഘടിക്കുന്നു, നമ്മൾക്ക് എതിര് നിൽക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ സത്യം എന്തെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കെ നമ്മൾ നുണ പറയുമ്പോൾ നമ്മുടെ ശരീരം തന്നെ നമ്മളോട് വിഘടിക്കുന്നു, നമ്മൾക്ക് എതിര് നിൽക്കുന്നു. നമ്മുടെ ശരീരത്തിൽ അന്നേരം പുറപ്പെടുവിക്കുന്ന ഹോർമോണുകൾക്ക് പോലും ഒരു വ്യത്യാസം വരുന്നു. മനസ്സിലായോ? അതൊക്കെയാണ് ഈ നാർക്കോ അനാലിസിസോ അല്ലെങ്കിൽ സത്യം ശാസ്ത്രീയമായി തെളിയിക്കുക എന്നെല്ലാം പറയുന്ന കുറേ കാര്യങ്ങൾ കുട്ടികൾ കേട്ടിട്ടുണ്ടാകും അല്ലേ? ഇതൊക്കെ ഇതിൻ്റെ എല്ലാം ബേസിസ് എന്ന് പറയുന്നത് ഇതാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ നമ്മളൊരു നുണ പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പുറപ്പെടുവിക്കുന്ന ഹോർമോണുകളിൽ വരെ വ്യതിയാനം സംഭവിക്കുന്നു. നമ്മളുടെ ബ്രെയിനിലേക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെസ്സേജുകൾക്ക് അവിടെ 2 തരത്തിലെ മെസ്സേജ് ഒന്നിച്ചു വന്ന് ഏത് സ്വീകരിക്കണമെന്നറിയാത്തൊരവസ്ഥ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്നു. ശരീരം നമ്മുടെ മനസാക്ഷിയോട് അല്ലെങ്കിൽ നമ്മോട് തന്നെ വിഘടിക്കുന്ന ഒരവസ്ഥ ഇവിടെ വരുന്നു. മാനസികമായും നമുക്ക് ഏറെ ബുദ്ധിമുട്ട് നൽകുന്നു അല്ലേ? ഒരു കാര്യം സത്യസന്ധമായിട്ടല്ല ചെയ്തതെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ട്രിക്ക് നമുക്കുണ്ടാവും അല്ലേ? ഒരു മനക്കുത്ത് നമുക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. അതും തീർച്ചയായിട്ടും പിൽക്കാലത്ത് ഡിപ്രഷനിലേക്കൊക്കെ നയിച്ചേക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി ഒരു മനസാക്ഷി കുത്തും സംഭവിക്കാതെ എന്ത് നുണയും പറഞ്ഞ് അങ്ങനെ ജീവിക്കാം എന്നുള്ളവരോ തീർച്ചയായിട്ടും അവർ സമൂഹത്തിൽ തന്നെ വിഘടിച്ച് ജീവിക്കുന്നവരായിത്തീരും, സാമൂഹിക വിരുദ്ധരായിത്തീരും, മനസാക്ഷി മരവിച്ചവരായിത്തീരും. അവർ സമൂഹത്തിൽ എന്ത് തിന്മയും ചെയ്യാനായിട്ട് ഒരു മടിയും കാണിക്കാത്തവരായി വളർന്നു വരിക തന്നെ ചെയ്യും. നമ്മുടെ ക്ലാസ് മുറികൾ സമാനമായ വിധി തീർപ്പുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം നമുക്കുണ്ട്. നിങ്ങളുടെ ക്ലാസ് റൂമുകളിൽ സമാനമായ വിധി തീർപ്പുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന്. നമ്മൾ അന്യരുടെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടോ എന്ന്. ഒരാളെ സമൂഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ ഒരാളെ ക്ലാസ്സിൽ മറ്റു കുട്ടികളുടെ മുന്നിൽ തരം താഴ്ത്തി സംസാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ തരം താഴ്ത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സംഭാഷണം നമ്മളിൽ നിന്നുണ്ടായിട്ടുണ്ടോ എന്നൊന്ന് നമ്മൾ ഓർത്ത് നോക്കേണ്ടതുണ്ട്.
നമ്മളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് നന്നായിട്ട് നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്തു, നമ്മൾ അന്നേരം പറയുവാണോ അവൻ വലിയ മാർക്കൊക്കെ സ്കോർ ചെയ്യുന്നുണ്ട്, പക്ഷേ അവൻ ഇങ്ങനെയൊക്കെയാണ്, കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പറയുന്നു. മറ്റുള്ളവർക്ക് അറിയാത്തതായിട്ടുള്ള ഒരു വ്യക്തിയുടെ കുറേ തെറ്റുകുറ്റങ്ങൾ അത് അറിയാത്തവരുമായി പങ്കുവെക്കുക. ഇവനിങ്ങനെ വലിയ ആളൊക്കെയാണ് പക്ഷേ എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ കുറേ തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ ഇവളുടെ കുറേ തെറ്റുകുറ്റങ്ങൾ മറ്റുള്ളവരോട് പറയുക. നമ്മൾ പറയുന്നത് എന്ത് വേണ്ടിയിട്ടായിരിക്കുള്ളൂ? അസൂയ കൊണ്ടായിരിക്കും അല്ലേ? ഇവർക്ക് നേടിയെടുക്കുക, ഇവർക്ക് കുറേ കൂടിയൊക്കെ സ്ഥാനം വരുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് കുറേ അക്സെപ്റ്റൻസ് കിട്ടുന്നത് കാണുമ്പോഴുള്ള ചെറിയൊരു അസൂയ കൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടേ? അനുരഞ്ജന കൂദാശ വഴി ഏറ്റുപറയുക തന്നെ ചെയ്യണം. മറ്റുള്ളവരുടെ പേരിനോ ഒന്നും കളങ്കം വരുത്തുന്ന, സൽപ്പേരിനെ കളങ്കം വരുത്തുന്ന ഒന്നും തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറയുകയുണ്ടായി, മറ്റുള്ളവരുടെ സൽപ്പേരിന് കളങ്കം വരുത്തുമ്പോൾ നമ്മൾ അവരുടെ നേരിനെയാണ് മോഷ്ടിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യുന്നത് 2 തിന്മകളാണ്. ഒന്ന് സത്യത്തിനെതിരായി നിലനിൽക്കുന്നു, മറ്റൊന്ന് അവരുടെ സത്യത്തിനെ മോഷ്ടിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ 2 പ്രമാണങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ നിസ്സാരമാണെന്ന് നമുക്ക് തോന്നരുത്, അത് ഗൗരവമേറിയ പാപങ്ങൾ തന്നെയാണ്. ചില സമയത്തെങ്കിലും വിവേകരഹിതമായ മൗനം നമ്മൾ പാലിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് അടുത്തതായിട്ട് ഓർക്കണം. അതായത് നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന ബോധ്യം നമുക്കുള്ളപ്പോൾ ഉണ്ടായിരിക്കെ ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയാതിരിക്കുന്നു. നമ്മൾ ടീച്ചറിനോട് പറഞ്ഞില്ല, നമ്മളല്ലെങ്കിൽ ആ കുട്ടിയുടെ പേരൻസിനോട് പറഞ്ഞില്ല, അങ്ങനെയൊക്കെ നമ്മൾ വിവേകരഹിതമായി മൗനം പാലിക്കുന്നു. പറയേണ്ട സാഹചര്യം നമുക്കറിയാം, ഇന്നതാണ് സത്യം, ഇത് നുണയാണ്, അങ്ങനെ അറിയാവുന്ന സാഹചര്യത്തിൽ പോലും അതിനെക്കുറിച്ച് മിണ്ടാതെ നമ്മൾ ഇരുന്നു കഴിഞ്ഞാൽ അത് വിവേകരഹിതമായ മൗനമാണ്. നമ്മൾ സത്യം പറഞ്ഞില്ല, നമ്മൾ നുണ പറഞ്ഞില്ല, പക്ഷെ സത്യവും പറഞ്ഞില്ല. ഇതും 8-ാം പ്രമാണത്തിന് എതിരായിട്ടുള്ള പാപം തന്നെയാണ്. ക്ലിയർ അല്ലേ? നമ്മൾ നുണ പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ നമ്മൾ സത്യവും പറഞ്ഞില്ല, അതും പാപം തന്നെയാണ്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്? അത് അടുത്ത ഒരു സത്യത്തിന് വിരുദ്ധമായ തിന്മയിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കും. എന്താണ്? നമ്മൾ ഈ വിവേകരഹിതമായ മൗനം പലപ്പോഴും പാലിക്കുന്നത് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനായിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സിനെ പ്രീതിപ്പെടുത്തുവാൻ. അങ്ങനെ ഫ്രണ്ട്സിനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഒരിക്കലും വിവേകരഹിതമായ മൗനം നമ്മൾ പാലിക്കാൻ പാടില്ല. അതരം തുറന്ന് സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കുക തന്നെ വേണം. തെറ്റ് മറ്റുള്ളൊരാൾ ചെയ്തത് കാണുമ്പോൾ അത് തെറ്റ് എന്ന് പറയാനായിട്ടുള്ള നന്മ അല്ലെങ്കിൽ അതിനുള്ള ദൈവിക പുണ്യം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. ഒരു വ്യക്തി തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ, സ്വാധീനമുള്ള ഒരാളോ പണമുള്ള ഒരാളോ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി നിശബ്ദരായിരിക്കുന്ന അനേകം പേരെ നമുക്ക് കാണാൻ സാധിക്കും. തിന്മയാണത്, സമൂഹത്തിനും മനസാക്ഷിക്കും എതിരായ ഒരു പ്രവൃത്തി. പിന്നെ ഒരു കാര്യം, മുഖസ്തുതി പറയുക. മുഖസ്തുതി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണെന്ന് പറഞ്ഞ് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയോട് ഇങ്ങനെ മുഖസ്തുതി പറയുന്നതും സത്യത്തിന് വിരുദ്ധമായ ഒരു പാപം തന്നെയാണ്. പിന്നെ വരുന്നത് വല്ലാതെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്നത്. നീ അങ്ങനെ ചെയ്തോടാ, അവനിട്ട് 2 ഇടി കൊടുത്തോടാ, നീ നല്ല കരുത്തനായൊരു സൂപ്പർമാൻ അല്ലേ, സൂപ്പർ ഹീറോ അല്ലേ, അവൻ അങ്ങനെ പറഞ്ഞെങ്കിൽ അവന് 2 ഇടി ഇടിക്കടാ, നീ ചെന്നിരിക്കടാ. ഇങ്ങനെയല്ല ഏശനെ കുട്ടി പറഞ്ഞു കൊടുക്കുന്നതും പുകഴ്ത്തുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും തിന്മ ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നതുമെല്ലാം സത്യത്തിന് വിരുദ്ധമായ പാപങ്ങൾ തന്നെയാണ്. പിന്നൊന്നാണ് അന്യരുടെ രഹസ്യങ്ങൾ. അന്യരുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുവാൻ നമ്മൾ ശ്രമിക്കരുത്. ഇനി അതല്ല, അന്യരുടെ രഹസ്യങ്ങൾ അറിയാനായിട്ടുള്ള ആകാംക്ഷ, മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ അറിയാനായിട്ട് നമ്മളിങ്ങനെ ചകഞ്ഞ് അന്വേഷിച്ച് നടക്കുന്നത്, അതുപോലെ നമ്മളോട് വളരെ വിശ്വസ്തയോടുകൂടി നമ്മളോട് പങ്കുവച്ച ഒരു കാര്യം മറ്റുള്ളവരോട് വെളിപ്പെടുത്തുന്നത്, ഇതെല്ലാം തിന്മ തന്നെയാണ്. ഇതെല്ലാം 8-ാം പ്രമാണത്തിനെതിരായ പാപങ്ങൾ തന്നെയാണ്. നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും പറയുവാണ്, ആരോടും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞ് നമ്മളോട് ഗോഡ് പ്രോമിസ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഗോഡ് പ്രോമിസ് എന്ന് പറയാൻ പാടില്ല, അത് വേറൊരു കാര്യം. പ്രോമിസ് ചെയ്തിട്ട് നമ്മളോട് പറഞ്ഞൊരു കാര്യം നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ 8 ദിവസം തന്നെ അടുത്ത ആളോട് വന്നിട്ട് ഞാനൊരു കാര്യമായിരുന്നു, നീ ആരോടും പറയരുത് കേട്ടോ, പ്രോമിസ് ചെയ്യുന്നു. അവനെ കൊണ്ടും പ്രോമിസ് ചെയ്യിച്ചു, അവളെ കൊണ്ടും പ്രോമിസ് ചെയ്യിച്ചിട്ട് അവരോട് പറയുന്നു, അവർ വേറെ ആളോട് പറയുന്നു. ഇങ്ങനെ ഈ പ്രോമിസ് ചെയ്ത് സർവത്ര പേർക്കും അറിയാവുന്ന ഒരു കാര്യമായി തീരുന്നു. ഇതെല്ലാം 8-ാം പ്രമാണത്തിനെതിരായിട്ടുള്ള പാപം തന്നെയാണ്. ഒരു മോഷണമോ ഒരു തെറ്റോ നിങ്ങളുടെ കണ്ണിൽ പെട്ടാൽ അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വെളിപ്പെടുത്തേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെളിപ്പെടുത്തുക തന്നെ ചെയ്യണം. പക്ഷേ
നമ്മളോട് വിശ്വസിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സാക്ഷി, ഒരു മോഷണമോ അല്ലെങ്കിൽ ഒരു തെറ്റായ കാര്യമോ ഒരു കൊലപാതകമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നിങ്ങളുടെ കണ്ണിൽപ്പെടുകയും നിങ്ങൾ അറിയുകയോ വിറ്റ്നസ് ആകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ തുറന്നു പറയുക തന്നെ ചെയ്യണം. നമ്മൾ പറയേണ്ടവരോട് പറയണം, അധികാരികളോട്, മേലധികാരികളോട്, നമ്മളുടെ മാതാപിതാക്കളോട്, അധ്യാപകരോട്, ഇതൊക്കെ തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറയുക തന്നെ ചെയ്യണം. പക്ഷേ നമ്മളോട് വിശ്വസിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വെളിപ്പെടുത്താനായിട്ട് പാടുള്ളതല്ല. എന്നാൽ അതിൽ തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് കാര്യഗൗരവം എത്രമാത്രം ഉണ്ട്. അത് ആ വിശ്വസിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം ആ വ്യക്തിയെ തിന്മയിലേക്ക് നയിക്കുമോ, സമൂഹത്തിന് തന്നെ അതൊരു അപകടമായി തീരുമോ, ഈ ഒരു കാര്യം ചിന്തിക്കാനുള്ള വിവേചനാശേഷി നമുക്കുണ്ടായിരിക്കണം. സമൂഹത്തിനെ തന്നെ തിന്മയിലേക്ക് വീഴ്ത്തുമെങ്കിൽ, ആ വ്യക്തിയെ പോലും തിന്മയിലേക്ക് വീഴ്ത്തുന്ന ഒരു കാര്യമാണിതെങ്കിൽ അത് നമ്മളുടെ പേരൻസിനോടോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ പേരൻസിനോടോ ടീച്ചേഴ്സിനോടോ പറയണം. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ തിന്മയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരായി തീരുകയാണ് നമ്മൾ ചെയ്യുന്നത്. രഹസ്യാത്മകമായിട്ടുള്ള കുറ്റങ്ങളാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് അറിയുവാനും അതിനെ തിരുത്തുവാനും ബാധ്യസ്ഥരായിട്ടുള്ള അല്ലെങ്കിൽ കടമയുള്ളവരാണ് പേരൻസ്, ടീച്ചേഴ്സ്, മുതിർന്നവർ, മേലധികാരികൾ ഒക്കെ. അവരോട് തുറന്നു പറയേണ്ട കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയുക തന്നെ ചെയ്യണം. നമ്മൾ നമ്മുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടോ, മുറിവേൽപ്പിച്ചിട്ടുണ്ടോ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഉണ്ട് എന്നുണ്ടെങ്കിൽ പരിഹാരമായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അവരോട് പറയണം, പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കണം. അത് നമ്മൾ കുമ്പസാരം എന്ന കൂദാശ വഴി, അനുരഞ്ജനത്തിൻ്റെ കൂദാശ വഴി നമ്മളത് പറഞ്ഞ്, ഒപ്പം നമ്മൾ ആരെയാണോ മുറിവേൽപ്പിച്ചിരിക്കുന്നത്, ആരെക്കുറിച്ചാണോ, ആരുടെ സൽപ്പേരിനാണോ കോട്ടം അല്ലെങ്കിൽ കളങ്കം വരുത്തിയിരിക്കുന്നത്, അവരോട് നമ്മളത് മാപ്പ് പറയുക തന്നെ ചെയ്യണം. സത്യത്തിന് വിരുദ്ധമായ മറ്റൊരു പാപമാണ് പരീക്ഷയിലെ കോപ്പിയടി. നമുക്ക് സാഹചര്യം ഉണ്ടായിരിക്കെ, കോപ്പി അടിക്കാനൊരു സാഹചര്യം ഉണ്ടായിരിക്കെ അത് ചെയ്യാതെ ഇരിക്കുന്നതാണ്. നമുക്ക് അറിയില്ലാത്തൊരു ഉത്തരം അറിയില്ല, ശരി, അത് നമ്മൾ ബ്ലാങ്ക് ആയിട്ട് തന്നെ വിട്ടുകൊണ്ട് നമുക്ക് അറിയുന്നത് മാത്രം എഴുതുന്നതാണ് നമ്മുടെ വിശുദ്ധിയിലേക്കുള്ള ഒരു വിളി, ഒരു വിശുദ്ധിയിലേക്കുള്ള ഒരു പടവ്. ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാതെ നിങ്ങൾ ക്ലാസ്സിൽ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ ഇരിക്കുമ്പോൾ നിങ്ങളെ തന്നെയാണ് വഞ്ചിക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ടീച്ചറിനെ പറ്റിച്ചോ അല്ലെങ്കിൽ പേരൻസിനെ പറ്റിച്ചോ എന്നൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നതെങ്കിലും അതിനേക്കാളും ഉപരി നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യം സത്യസന്ധതയ്ക്ക് എതിരായ പാപം തന്നെയാണ്. നമ്മൾ സ്വയം ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ച് ഉത്തരം എഴുതി അതിന് മാർക്ക് കിട്ടുമ്പോൾ, കുറച്ച് പറഞ്ഞാണെങ്കിലും നമ്മൾ എഴുതിയതിന് മാത്രമുള്ള നല്ലൊരു മാർക്ക് കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും. എന്നാൽ കോപ്പിയൊക്കെ അടിച്ച് നമ്മൾക്ക് മാർക്ക് കൂടുതൽ കിട്ടിയാലും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയെന്നൊക്കെ കാണിച്ചാൽ പോലും ഉള്ളിൽ നിന്നൊരു സന്തോഷം തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കില്ല. നമുക്കിങ്ങനെ മനക്കുത്ത് വന്നുകൊണ്ടേയിരിക്കും, എൻ്റെതല്ലല്ലോ അത്, ഞാൻ എഴുതിയതല്ലല്ലോ അത് നമുക്ക് മാത്രമല്ല നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾക്കൊരു ഒത്തൻറ്റിക് ആയിട്ടൊരു കാര്യം അറിയാം എന്നൊരു കോൺഫിഡൻസ് പോലും ഇല്ലാതെ ആയിത്തീരും. കോപ്പി അടിച്ച് പരീക്ഷ എഴുതി മാർക്ക് ലഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമുക്ക് കോൺഫിഡൻസ് നമ്മളുടെ കുറഞ്ഞു പോകും എന്നുള്ളതാണ് ഇതിന് പിന്നിലെ ഒരു കാര്യം. നമ്മൾ പോലും തിരിച്ചറിയില്ല. അവസാനം നമ്മൾക്ക് എന്തോ ഒരു ഇൻഫീരിയോറിറ്റിയാണ് തോന്നുകയുള്ളൂ. നമ്മളോട് ഒരു പ്രസൻറ്റേഷന് മുന്നോട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 2 വാക്ക് സംസാരിക്കാൻ മുന്നോട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ഒരു പിന്നിലേക്ക് വലിക്കുന്നത് പോലെ ഒരു തോന്നൽ. കാരണം വെച്ചാൽ എനിക്കതിനുള്ള കഴിവില്ല എന്ന് നമ്മൾ മനസ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പഠിക്കുവാനുള്ള കഴിവ് എനിക്കില്ല എന്ന് മനസ്സ് സെറ്റ് ചെയ്ത് കഴിയുന്നത് കൊണ്ടാണ് നമ്മൾ കോപ്പി അടിക്കാനായിട്ടുള്ള ഒരു പ്രവണത നമ്മളിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കുശാഗ്ര ബുദ്ധിയോടുകൂടി കുറുക്ക് വഴികളൊക്കെ തേടി നടന്ന് കോപ്പി അടിക്കുന്നത്. അപ്പോൾ മനസ്സ് പറയുവാണ് നിനക്ക് പൂർണ്ണമായി ഇത് ചെയ്യാൻ സാധിക്കില്ല, ഇങ്ങനെയുള്ള കുറുക്ക് വഴികൾ ചെയ്താലേ നിനക്കത് കഴിയുകയുള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നീട് മനസ്സിൽ അത് ആഴത്തിൽ പതിഞ്ഞു പോയി കഴിയുമ്പോൾ നമുക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്ത് നമുക്ക് പുറത്തേക്ക് നല്ലൊരു ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം നമുക്ക് കിട്ടില്ല. അന്നേരം നമ്മുടെ മനസ്സ് പറയും നിനക്കത് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒത്തിരി അത് നമ്മുടെ മാനസികമായും നമ്മുടെ ആത്മീയമായും ഒക്കെ ഒരുപാട് ശോഷണം സംഭവിക്കുന്ന ഒരു കാര്യമാണ് പരീക്ഷയിലെ കോപ്പിയടി. നിസ്സാരമെന്ന് നമുക്ക് ഇപ്പോൾ തോന്നിയേക്കാം, എന്നാൽ അത് നിസ്സാരമല്ല. അങ്ങനെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും എല്ലാം ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരേണ്ട നമ്മൾ ക്രിസ്തു സാക്ഷികളാകാൻ വേണ്ടി, ക്രിസ്തുവിൻ്റെ അനുയായികളാകാൻ വേണ്ടി സത്യത്തെ തന്നെ മുറുകെ പിടിക്കാം, സത്യത്തിന് സാക്ഷികളാകാം. നമുക്കറിയാം, ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് വഴിയും സത്യവും ജീവനുമെന്ന്. ക്രിസ്തു തന്നെ വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നു, സത്യത്തിന് സാക്ഷിയാകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന്.
നമ്മുടെ ദൗത്യം എന്താണ്? ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ, സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് നമ്മുടെ ദൗത്യം. എന്താണ്? സത്യത്തിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ക്രിസ്തുവാണ് സത്യമെങ്കിൽ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ക്രിസ്തുവിനാണ്. ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കേണ്ട നമ്മൾ കള്ളസാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെതിരാണ് പ്രവർത്തിക്കുന്നത്? ക്രിസ്തുവിനെതിരാണ് പ്രവർത്തിക്കുന്നത്. സത്യത്തിന് എതിരെ സാക്ഷ്യം പറയുന്നു കള്ളസാക്ഷ്യം. സത്യമാകുന്ന ഈശോയാണ് സത്യം എന്ന് പറഞ്ഞപ്പോൾ ഈശോയ്ക്ക് എതിരെ സാക്ഷ്യം പറയുന്നതാണ് കള്ളസാക്ഷ്യം. അവിടെയാണ് കള്ളസാക്ഷ്യം എന്ന പാപത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുന്നത്. വചനത്തിലൂടെ നോക്കുകയാണെങ്കിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 59-ാം വാക്യം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 59-ാം വാക്യം നോക്കുകയാണെങ്കിൽ, പ്രധാന പുരോഹിതന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് അവനെതിരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. പ്രധാന പുരോഹിതന്മാരും ന്യായാധിപ സംഘവും ഈശോയ്ക്ക് എതിരെ കള്ളസാക്ഷ്യം എന്തിനു വേണ്ടിയാണ് അവരത് പറഞ്ഞത്? ഈശോയെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. സോ ഇവര് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ദുരുദ്ദേശപരമായ കാര്യം, പൈശാചികമായിട്ടുള്ള പ്രചോദനത്താൽ ദുരുദ്ദേശപരമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഈ കള്ളസാക്ഷ്യം പറയുവാനായിട്ട് ആളെ അന്വേഷിക്കുന്നത്. തുടർന്ന് വചനം പറയുന്നു, പല കള്ളസാക്ഷികൾ വന്നെങ്കിലും അവർക്ക് സാക്ഷ്യമൊന്നും കിട്ടിയില്ല. പല കള്ളസാക്ഷികൾ വന്നെങ്കിലും നുണ പറയാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് സാക്ഷ്യമൊന്നും കിട്ടിയില്ല. നുണ കൊണ്ട് സത്യമാകുന്ന ഈശോയെ തോൽപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. സത്യമാകുന്ന ഈശോയ്ക്കെതിരെ സാക്ഷ്യം വഹിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇങ്ങനെ വന്നപ്പോൾ പിശാച് തന്റെ അടുത്ത കുതന്ത്രവുമായിട്ടാണ് വരുന്നത്. എന്ത്? സത്യത്തെ തന്നെ ഉയർത്തി കാണിച്ചുകൊണ്ട്, അതിനെ വളച്ചൊടിച്ചുകൊണ്ട് അതിൽ നിന്ന് സാക്ഷ്യം പറയിക്കുക. സത്യത്തെ കള്ളമാക്കി കാണിച്ചുകൊണ്ട് സാക്ഷ്യം പറയിക്കുക. അതാണ് കള്ളസാക്ഷ്യം, ഫോൾസ് വിറ്റ്നസ്. കാണാം, അടുത്ത വചനം പറയുന്നു, അവസാനം രണ്ടുപേർ മുന്നോട്ട് വന്ന് ഇപ്രകാരം പറഞ്ഞു, ഈ ദേവാലയം നശിപ്പിക്കുവാനും 3 ദിവസം കൊണ്ട് നിർമ്മിക്കുവാനും എനിക്ക് സാധിക്കും എന്നവൻ പറഞ്ഞിട്ടുണ്ട്. ഈ ദേവാലയം നശിപ്പിക്കുവാനും 3 ദിവസം കൊണ്ട് നിർമ്മിക്കുവാനും എനിക്ക് സാധിക്കുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഈശോ അത് പറഞ്ഞ കാര്യമാണ്. ഈശോ അത് പഠിപ്പിച്ച കാര്യമാണ്. കൃത്യമായിട്ട് അപ്പൊ ഈശോ അത് പറഞ്ഞ കാര്യമാണ്. ഈശോ അത് സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഈശോ അത് ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞതാണ്, ഈ ദേവാലയം നശിപ്പിച്ചു കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് ഇത് നിർമ്മിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും, പുനരുദ്ധരിക്കുവാൻ എനിക്ക് സാധിക്കും. ഈശോ അവിടെ ഉദ്ദേശിച്ചത് എന്താണ്? ഈശോ അവിടെ ഉദ്ദേശിച്ചത് തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെ കുറിച്ചാണ് ഈശോ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈശോ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ ഒരു പുനരുദ്ധാനം എന്ന് പറയുന്നത് തൻ്റെ മരണവും മരണത്തിന് ശേഷം 3-ാം ദിവസമുള്ള തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനുമാണ് പുനരുദ്ധാനമായിട്ട് ഈശോ അവിടെ പറയുന്നത്. ഇത് സത്യത്തിന്റെ പൂർണ്ണതയാണ്. എന്നാൽ സത്യത്തിന്റെ പൂർണ്ണതയില്ലാതെ ഭാഗികമായൊരു സത്യമാണ് അവിടെ ഉയർത്തി കാണിച്ചിരിക്കുന്നത്. എന്ത്? വാച്യാർത്ഥത്തിൽ മാത്രമുള്ള ബാഹ്യമായൊരു സത്യത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട്, അത് ഗിവൺ എ റൈറ്റ് ഇൻഫർമേഷൻ അല്ലേ, കറക്റ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ എന്താണ് അത് സത്യം അവിടെ ഉയർത്തി കാണിക്കാനായിട്ടുള്ള മോട്ടീവ്? ആരാണ് ഈ ഉദ്ദേശം കൊടുത്തിരിക്കുന്നത്? പിശാചാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. പൈശാചികമായ പ്രേരണയാൽ ദുഷ്ടലാക്കോടുകൂടിയാണ് ഇത് ഉയർത്തി കാണിച്ചിരിക്കുന്നത്. അത് വ്യാഖ്യാനിച്ചിരിക്കുന്നതോ തെറ്റായ ഒരു രീതിയിലാണ് ഈ സന്ദർഭത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടാൻ പോകുന്നത്. അപ്പോൾ സത്യത്തെ തന്നെ തെറ്റായ രീതിയിൽ പിശാചിന്റെ പ്രേരണയാൽ, ദുഷ്പ്രേരണയാൽ ഒരു തിന്മയുടെ ലാക്കോടുകൂടി സത്യത്തെ പോലും വളച്ചൊടിച്ചു കഴിഞ്ഞാൽ, സത്യത്തെ പോലും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ, അതാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് ഒരു സത്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ പോലും, നമ്മൾ അവിടെ സത്യം പറയുമ്പോൾ പോലും നമ്മളത് കറക്റ്റ് ഇൻഫർമേഷൻ നൽകുമ്പോൾ പോലും ഒരു റോങ് ഇംപ്ലിക്കേഷൻ, അത് വ്യാഖ്യാനിക്കുന്നത് നമ്മൾ പൂർണ്ണമായ ഒരു സത്യമാണ്, അപൂർണമായിട്ടുള്ള ഒരു സത്യം നമ്മൾ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ, അതിൻ്റെ പിന്നിലൊരു പൈശാചികത നിഴലിക്കുമ്പോൾ, അതിൻ്റെ പിന്നിൽ അതൊരു ദുർവ്യാഖ്യാനം നടത്തുമ്പോൾ തീർച്ചയായും നമ്മൾ ചെയ്യുന്നത് കള്ളസാക്ഷ്യം പറയുക എന്നതാണ്. നമ്മളിങ്ങനെ കള്ളസാക്ഷ്യം നമ്മുടെ അനുദിന ജീവിതത്തിൽ പറയുന്നുണ്ടോ എന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്. ഒന്ന് ഓർത്ത് നോക്കുക. നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടിനെ കുറിച്ച് നമ്മൾ പറയുവാണ്, മറ്റൊരു കൂട്ടുകാരൻ നമ്മളോട് ചോദിക്കണം, അവൻ നല്ലൊരു കുട്ടിയാണല്ലോ, അവൻ നന്നായിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ടല്ലോ. അവിടെ നമ്മൾ പറയണം, അവൻ നല്ലൊരു കൊച്ചൊക്കെ തന്നെയാണ്, എന്നാലും ബട്ട് അവൻ ഇങ്ങനെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ അത് നിന്നോട് പറയണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല, അത് പറയേണ്ടതൊക്കെയാണ്, എന്നാലും ഇങ്ങനെയൊക്കെ വേറെ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ സത്യത്തെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ മറ്റ് കാര്യങ്ങൾ, അതായത് ആ ഒരു വ്യക്തിക്ക് അറിയാൻ മേലാത്തതായിട്ടുള്ള
മറ്റൊരാളുടെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ പറയുന്നു. അപകീർത്തിപ്പെടുത്തുക എന്ന് പറയുന്നതിന്, ഈ അപകീർത്തി നമ്മൾ പറയുന്നത് ഒരു കള്ളസാക്ഷ്യത്തിൻ്റെ ഒരു ഭാഷയെ തന്നെയാണ്. അത് നമ്മൾ ചെയ്യുന്നത് വി ആർ ഗിവിംഗ് ദ റൈറ്റ് ഇൻഫർമേഷൻ വിത്ത് ദ റോങ് ഇംപ്ലിക്കേഷൻ which is sprouted from a corrupted motive which has been inspired by a satanic inspiration. ഇങ്ങനെയാണ് നമ്മളത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് ഇങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സത്യത്തിന് വിരുദ്ധമായി മറ്റൊരു വ്യക്തിയെക്കുറിച്ച്, ഒരു സ്ഥാപനത്തെക്കുറിച്ച്, ഒരു സാഹചര്യത്തെക്കുറിച്ച്, സഭയിലെ ഒരു മകനെക്കുറിച്ച്, ഒരു മകളെക്കുറിച്ച് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ലേ. അവർ ചെയ്തത് തിന്മയായിക്കൊള്ളട്ടെ, നമ്മൾ ആ തിന്മയെ ഉയർത്തി കാണിച്ചുകൊണ്ട് നമ്മൾ വിചാരണ ചെയ്താൽ, നമ്മളുടെ കുടുംബത്തിലോ നമ്മളുടെ സുഹൃത്തുക്കൾക്കിടയിലോ ഇരുന്നു കൊണ്ട് നമ്മൾ മറ്റൊരു വ്യക്തി, നമ്മുടെ സഭയിലെ ഒരു സഭാംഗം ചെയ്തു പോയ ഒരു പിഴവ് വലിച്ചുയർത്തി കാണിച്ചുകൊണ്ട് അവരത് ചെയ്തു പോയി എന്നുള്ളത് സത്യമാണ്. പക്ഷേ നമ്മളുടെ ഒരു റോങ് മോട്ടീവോടുകൂടി നമ്മളിത് വലിച്ചുയർത്തിക്കൊണ്ട് വീണ്ടും അതിനെ വിഷയമാക്കുകയും അതോടൊപ്പം തന്നെ ഒക്കെ ചെയ്ത് നമ്മുടെ കുടുംബത്തോട് നമ്മളത് ചർച്ച ചെയ്യുകയും നമ്മളുടെ ഫ്രണ്ട്സിനോട് ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ അവർക്കെതിരെ വിധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒന്നോർക്കുക, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. കാരണം നിങ്ങൾ വിധിച്ച വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ വിധിച്ച വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. അത് നമ്മൾ വളരെയധികം ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മളുടെ സഭയിലെ ആർക്കെങ്കിലും ഒരു വീഴ്ച പറ്റി, ആ വീഴ്ച ഉയർത്തി കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളിലും മാധ്യമ വിചാരണകളും കൊട്ടിഘോഷിക്കപ്പെടുകയും അത് വളച്ചൊടിക്കപ്പെടുകയും സത്യത്തെ, ഒരുപക്ഷെ സത്യമെന്ന് തോന്നിക്കുന്ന മിഥ്യയെ തന്നെ മുൻനിർത്തിക്കൊണ്ട് പല വിധത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതെല്ലാം ഇരുന്ന് കാണുകയും അതിനെക്കുറിച്ച് അതിന് സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിരുന്ന് കാണുകയും അതെല്ലാം മറ്റുള്ളവരിൽ പ്രചരിപ്പിക്കുകയും അത്തരം മെസ്സേജുകൾ വാട്സപ്പ് വഴി നമ്മൾ ഷെയർ ചെയ്യുകയും ഫേസ്ബുക്കിൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ സഹോദരനെതിരെ, നമ്മളുടെ സഭയ്ക്കെതിരെ, സഭ ആരാണ്? ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. ക്രിസ്തുവിൻ്റെ മണവാട്ടിക്കെതിരെ നമ്മൾ തന്നെ, സഭയിലെ ഒരംഗമായ നമ്മൾ തന്നെ വിരൽ ചൂണ്ടുന്നു. നമ്മൾ തന്നെ നമ്മൾക്ക് നേരെ മറ്റ് 4 വിരലുകളും ചൂണ്ടുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മണവാട്ടി. ഇപ്പോൾ വേറൊരു കാര്യം ടീച്ചർ ചോദിക്കട്ടെ, നമ്മുടെ മമ്മീനെ കുറിച്ച് വേറെ ആരെങ്കിലും വന്നിട്ട് ഒരുപാട് കുറ്റങ്ങൾ നമ്മുടെ പപ്പയോട് പറയുവാണ്, ഡാഡിയോട് പറയുവാണ്. ഡാഡി എത്ര നേരം അത് കേട്ട് നിൽക്കും? ഡാഡി അത് കേട്ടതെല്ലാം ശരിയാണെന്ന് പറഞ്ഞിരിക്കുക. നമ്മുടെ മമ്മിയുടെ ഭാഗത്ത് ചെറിയൊരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പോലും ഡാഡി പറയും ശരിയാണ്, അവൾക്ക് അങ്ങനെ ഒരു പറ്റി, എങ്കിലും അവൾ അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് മമ്മിനെ ജസ്റ്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ മമ്മിക്ക് വേണ്ടി വാദിക്കുവാൻ അവിടെ ഡാഡി ശ്രമിക്കില്ലേ? മമ്മിക്ക് വേണ്ടി നിലയുറക്കുവാൻ അവിടെ ഡാഡി ശ്രമിക്കും. മമ്മീനെ സംരക്ഷിക്കുവാൻ ഡാഡി അവിടെ ശ്രമിക്കും. കാരണം വെച്ചാൽ മമ്മി ഡാഡി അത്രമാത്രം സ്നേഹിക്കുന്നു. ക്രിസ്തുവാകുന്ന മണവാളൻ തന്റെ മണവാട്ടിയായ സഭയെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് നമുക്കറിയാം. സ്വന്തം ജീവൻ വെടിയാൻ പോലും തയ്യാറായ അത്രമാത്രം ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നു. ആ സഭയിലെ ഒരു വ്യക്തിയെ തൻ്റെ മണവാട്ടിക്കെതിരെ ആര് വിരലുയർത്തിയാലും അവർക്ക് നമ്മൾ ആർക്കെതിരെയാണ് വിരലുയർത്തുന്നത് നമ്മൾ ചിന്തിക്കുക. നമ്മൾ ക്രിസ്തുവിനെതിരാണ് വിരലുയർത്തുന്നത്. ക്രിസ്തു ആരുടെ കൂടെ നിൽക്കും? ആ മണവാട്ടിയുടെ കൂടെ നിൽക്കും. ഇനി ആ മണവാട്ടിക്ക് പറ്റിയ വീഴ്ച തിരുത്തുവാൻ ആ മണവാളൻ അറിയാം. അവൾക്ക് പറ്റിയ വീഴ്ചയിൽ നിന്ന് അവളെ കരകയറ്റുവാൻ വേണ്ടിയാണ് ക്രിസ്തുനാഥൻ കുരിശിൽ തൂങ്ങി മരിച്ചത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. തൻ്റെ പീഡാസഹനങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് അവൾക്കൊരു മാനസാന്തരം, ആ സഭയ്ക്കൊരു മാനസാന്തരം നൽകുവാൻ, അത് അവളുടെ കുറ്റം മനസ്സിലാക്കുവാൻ, ഏറ്റുപറയുവാൻ, അതിൽ നിന്ന് അനുതപിച്ച് വിടുതൽ നേടുവാനായിട്ടുള്ള ഒരു മനസ്സ് നൽകുവാനായിട്ട് ആ മണവാളന് സാധിക്കും. അത് മനസ്സിലാക്കാതെ ഈ മണവാട്ടിയെക്കുറിച്ച് നമ്മളിരുന്ന് കുറ്റം പറയുമ്പോൾ നമ്മൾ ആർക്കെതിരെ തിരിയുന്നു? ക്രിസ്തുവിനെതിരെ തിരിയുന്നു. ക്രിസ്തുവിനെതിരെ നമ്മൾ ശബ്ദിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആർക്കെതിരെ സാക്ഷ്യം വഹിക്കുന്നു? ക്രിസ്തുവിന് എതിരെ സാക്ഷ്യം വഹിക്കുന്നു. ക്രിസ്തു ആകുന്ന സത്യത്തിനെതിരെ സാക്ഷ്യം വഹിക്കുമ്പോൾ ഒരർത്ഥത്തിൽ നമ്മൾ കള്ളസാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ ഒരു സ്കൂളിനെ കുറിച്ച് പറയുവാണ്. ഒരു സ്കൂളിൽ ക്ലാസ്സുകൾ വളരെ നന്നായിട്ടൊക്കെ പോകുന്നുണ്ട്, എന്നാലും ഇങ്ങനെ കുറച്ച് കുറവുകൾ അവിടെയുണ്ട്. ഒരു സ്കൂളിനെ കുറിച്ച് ആ സ്കൂളിനെ കുറിച്ച് അറിയ പോലും ചെയ്യാത്ത ആളുകളോട് പറയുന്നു. ഒരു ഓഫീസിനെ കുറിച്ച്, ഒരു കമ്പനിയെ കുറിച്ച് നമുക്കറിയാവുന്ന ആ കമ്പനിക്ക് ഒരുപാട് നന്മകളുണ്ടാവും, അവർ ചെയ്യുന്ന സർവീസ് ഒരുപാട് നല്ലതായിരിക്കും. എങ്കിലും ആ മറ്റുള്ളവർക്ക് അറിയാത്ത കുറേ തിന്മകൾ നമ്മളിങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നു. ഇതൊക്കെ നല്ലതൊക്കെ തന്നെയാണ്, ഈ കമ്പനി ഇങ്ങനെയൊക്കെ തന്നെയാണ്, എന്നാലും
ഇങ്ങനെ കുറെ കുറ്റങ്ങളുണ്ട്. അപ്പൊ നമ്മൾ സത്യത്തെ മുൻനിർത്തിക്കൊണ്ട്, എന്നാൽ ആ സത്യം പൂർണ്ണമായ സത്യമായിട്ട് നമ്മൾ പരിഗണിക്കാതെ, നമ്മൾ കുറെ കൂടിയൊക്കെ നമ്മുടേതായ ഭാവനയിൽ വന്ന, നമ്മുടേതായ ചിന്തകളിൽ വന്ന, നമ്മുടേതായ ഒരു അഭിപ്രായങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കുറെ കാര്യങ്ങൾ അവരുടെ തിന്മയായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പിശാച് ചെയ്യുന്ന അതേ പ്രവൃത്തിയാണ്. പിശാച് ചെയ്യുന്ന അതേ പ്രവൃത്തിയാണെന്നോ? അതെ, പിശാച് ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് പറയാൻ കാരണമുണ്ട്. എനിക്കും നിനക്കുമെതിരെ ഇപ്പോഴൊരു കള്ളസാക്ഷ്യം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ നിമിഷം ഒരു കള്ളസാക്ഷ്യം നടന്നുകൊണ്ടിരിക്കുന്നു. എവിടെ നടന്നുകൊണ്ടിരിക്കുന്നു? സ്വർഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, നമ്മുടെ സഹോദരർക്കെതിരെ ദുഷിക്കുകയും രാപകലില്ലാതെ ദൈവസന്നിധിയിൽ അവർക്കെതിരെ പഴി പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുവൻ എന്ന് സൂചിപ്പിക്കുന്നു. ആരെക്കുറിച്ച്? സാത്താനെ കുറിച്ച്. ഓർത്തു നോക്കുക, നമ്മളെക്കുറിച്ച് പഴി പറയുന്നു. നിരന്തരം രാപകലില്ലാതെ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മൾ പറയുന്നതായ സകല കാര്യങ്ങളെയും കുറിച്ച് ദുഷിച്ച് സംസാരിക്കുകയും അത് നമ്മളെക്കുറിച്ച് പഴി പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു സാത്താൻ ദൈവ തിരുമനസ്സിന് മുൻപിൽ ദൈവസന്നിധിയിലുണ്ട് എന്ന ബോധ്യം നമുക്ക് വേണം. നമ്മൾ അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ നമ്മളുടെ കുറവുകൾ നികത്തുവാനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു അവയർനെസ് ഉണ്ടാകാനായിട്ട് സാധിക്കുന്ന ടീച്ചറിന് തോന്നുന്നു. പറഞ്ഞു തരാം. നമ്മളിപ്പോൾ സാധാരണ എന്തൊക്കെയായിരിക്കും നമ്മളെ കുറിച്ച് പറയണം? കണ്ടോ, അവന് പഠിക്കേണ്ട സമയത്ത് അവൻ പഠിക്കാതെ, അവന് നീ നൽകിയിരിക്കുന്ന നല്ലൊരു ടാലന്റ് യൂസ് ചെയ്യാതെ അവനിങ്ങനെ ചെയ്യുന്നത് കണ്ടോ, അവന് പാടാനുള്ളൊരു കഴിവ് നീ കൊടുത്തിട്ടില്ലേ, പാടാൻ വിസമ്മതിക്കുന്നത് കണ്ടോ, പ്രസംഗിക്കുവാനുള്ളൊരു വാസനയും കലയും നീ കൊടുത്തിട്ടില്ലേ, അവൻ അത് പരിപോഷിപ്പിക്കാതിരിക്കുന്നത് കണ്ടോ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനുള്ള സാഹചര്യം അവനില്ലേ? ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനുള്ള സാഹചര്യം അവനില്ലേ? പള്ളിയിൽ കുർബാന നടക്കുന്നുണ്ടല്ലോ. പള്ളിയിൽ കുർബാന നടക്കാത്ത സ്ഥലത്ത് പോലും മൊബൈലിലൂടെയോ TV-യിലൂടെയോ അവന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കില്ലേ? ഭയഭക്തിപൂർവ്വമാണോ അവനത് ചെയ്യുന്നതെന്ന് നോക്കിക്കേ. ദിവസവും പ്രാർത്ഥനയിൽ അവൻ എങ്ങനെ പങ്കെടുക്കുന്നതെന്ന് നോക്കി. എത്രമാത്രം പല വിചാരത്തോടു കൂടിയാണ് അവനും അവൾ അവിടെ ഇരിക്കുന്നതെന്നൊന്ന് നോക്കിക്കേ. ആ മാതാപിതാക്കളെ അനുസരിക്കണമെന്ന കൽപ്പന നീ നൽകിയിട്ടില്ലേ? കാണൂ ആ പെൺകുട്ടി എങ്ങനെയാണ് അവളുടെ അമ്മയോട് സംസാരിക്കുന്നതെന്ന്, കാണൂ ആ കുട്ടി എങ്ങനെയാണ് അവൻ്റെ അച്ഛനോട് സംസാരിക്കുന്നതെന്ന്. ഇതെല്ലാം പറഞ്ഞ് ഓരോ നിമിഷവും അനുനിമിഷവും നമ്മളെ കുറിച്ചുള്ള പഴി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളുടെ സമയത്തിന്റെ ദശാംശം ദൈവത്തിന് കൊടുക്കുന്നുണ്ടോ? കണ്ടോ, നീ 24 മണിക്കൂർ ആ വ്യക്തിക്ക് കൊടുത്തിട്ട് കണ്ടോ, 24 മണിക്കൂറിൽ അറ്റ്ലീസ്റ്റ് 2.5 മണിക്കൂർ 2.25 മണിക്കൂർ നിനക്ക് വേണ്ടി മാറ്റി വെക്കാനായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ടോ? അവൾ ശ്രമിക്കുന്നുണ്ടോ? ഇല്ല. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നില്ല, പ്രാർത്ഥനയിൽ ആയിരിക്കുന്നില്ല, ബൈബിൾ വായിക്കുന്നില്ല. ഇങ്ങനെയെല്ലാം പാപം ചെയ്ത് നിന്നെ ഒട്ടും അംഗീകരിക്കാതെ നിനക്ക് എതിരെ സംസാരിക്കുന്ന, ജഡികമായ ലോകത്തിന് പിന്നാലെ പോകുന്ന ഇവനും ഇവളും ഉള്ളപ്പോൾ നിത്യനരകാഗ്നിയിലേക്ക് എന്നെ മാത്രം എന്തിനു വലിച്ചെറിയുന്നു എന്ന് അന്ത്യവിധി നാളിൽ ചോദിക്കാൻ വേണ്ടി തന്നെയാണ് അക്കവിട്ട് എണ്ണി നമുക്കെതിരെ ഓരോ ദുഷ്പ്രചരണങ്ങൾ പറയുന്നതും പഴികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ചെയ്യുന്നത്. ആര്? സാത്താൻ പറയുന്നത് ഒരു പക്ഷേ സത്യമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കാം. പക്ഷേ the right information given with the wrong implication, with the corrupted motive, with the devilish aspiration or inspiration, അതാണ് സാത്താൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ കാര്യമാണ് നമ്മളും ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ. ഇങ്ങനെ ചെയ്യുന്നവർക്ക് എന്ത് സംഭവിക്കും? ഡെഫിനറ്റ്ലി ഹെല്ലിഷ് ഡെവസ്റ്റേഷൻ. നമ്മൾ നിത്യനരകാഗ്നിയിലേക്ക് പതിക്കേണ്ടി വരും. എങ്ങനെ പതിക്കേണ്ടി വരും? ലിറ്ററലി ചെന്ന് പതിക്കേണ്ടി വരുമെന്ന അർത്ഥത്തിലല്ല. പക്ഷേ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുമ്പോൾ, മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തുമ്പോൾ, സത്യത്തിനെതിരായി നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ, നിൽക്കുമ്പോൾ, സത്യത്തിനെതിരായി നമ്മൾ എന്ത് ചെയ്താലും, ചിന്തിച്ചാൽ പോലും നമ്മൾ അന്ധകാരത്തിലേക്ക് പതിക്കും. എന്തെന്തകാര്യം? ഔട്ടർ ആയിട്ടുള്ള ഒരു അന്ധകാരമല്ല, ഇന്നറിൽ ഒരു അന്ധകാരം, ഉള്ളിൽ തന്നെ ഒരു അന്ധകാരം നിറയും. നമ്മൾ തന്നെ ഡിപ്രഷനിലേക്ക് ആഴ്ന്നു പോയേക്കാം, നമ്മളിൽ തന്നെ തിന്മ കുന്നുകൂടിയേക്കാം, നമ്മളിൽ തന്നെ നമ്മുടെ മനസാക്ഷിയുടെ സ്വരം ശ്രവിക്കാൻ കഴിയാത്ത വിധം, ദൈവികമായ വെളിച്ചം കാണാൻ സാധിക്കാത്ത വിധം ഒരു വലിയ അന്ധകാരത്തിലേക്ക് നമ്മൾ വീണുപോയേക്കാം. അതിൽ നിന്ന് നമ്മൾ കരകയറേണ്ട ആവശ്യമില്ലേ? ഉണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? സത്യത്തിൽ വ്യാപരിക്കുന്നവരായി തീരണം. സത്യത്തിൽ വ്യാപരിക്കുന്നവരായി തീരാൻ, സത്യത്തെ മുറുകെ പിടിക്കുവാൻ, ഈശോയുടെ വചനത്തിനെ വാളായിട്ട് നമ്മുടെ ആയുധമായിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട്, ഈശോയെ മുറുകെ പിടിച്ചുകൊണ്ട്, തായ്തണ്ടിനോട് ചേർന്നതെന്ന പോലെ ഈശോയോടൊപ്പമായിരുന്നു കൊണ്ടാണ്
നമുക്ക് സത്യത്തിൽ ജീവിക്കാൻ കഴിയുക, സത്യത്തിൽ അടിയുറച്ച് ജീവിക്കാൻ കഴിയും. നമ്മുടെ പാഠം സത്യത്തിൽ ജീവിക്കുക എന്നുള്ളത്, സത്യത്തിൽ എത്രമാത്രം അടിയുറച്ച് ജീവിക്കുവാൻ ക്രിസ്തീയ മക്കളായി നമ്മൾക്ക് സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ഇത്ര നേരവും പറഞ്ഞുകൊണ്ടിരുന്നത്. ബോധ്യമായി എന്ന് വിചാരിക്കുന്നു. ഇനി ടീച്ചർ ഒരു ടിപ്പ് കൂടി പറഞ്ഞു തരാം. ഇനി ഈശോയോടൊപ്പം സത്യത്തിലായിരിക്കുവാൻ, നന്മ കാംക്ഷിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന, അതായത് അപവാദം പറയാതിരിക്കുവാൻ, ഏഷന് പറയാതിരിക്കുവാൻ, മുഖസ്തുതി പറയാതിരിക്കുവാൻ, മറ്റുള്ളവരെ കുറിച്ചുള്ള തിന്മ നിരൂപിക്കാതിരിക്കുവാൻ, പറയാതിരിക്കുവാൻ, കലഹം ഉണ്ടാക്കാതിരിക്കുവാൻ ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ടിപ്പ് പറഞ്ഞു തരാം. 3 കാര്യങ്ങൾ ചെയ്താൽ മതി. അത് ഈ എന്താ പറയുക, ക്രോസ് റോഡിലൊക്കെ നമ്മൾ കാണുന്ന സിഗ്നൽ, ട്രാഫിക് സിഗ്നലിൻ്റെ മനസ്സിൽ കാണുക 3 ലൈറ്റ് ഉണ്ട്. 3 ലൈറ്റിൽ ടോപ്പ് മോസ്റ്റ് വൺ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കുറച്ച് മാത്രം സംസാരിക്കുക. റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന നമ്മുടെ റെഡ് ലൈറ്റിനെ നമുക്ക് ഇങ്ങനെ സങ്കല്പിക്കാം. കുറച്ച് മാത്രം സംസാരിക്കുക. വളരെ കുറച്ച് മാത്രം സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരാളെ കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട ഇട വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആരെയും കുറിച്ച് കുറ്റം പറയേണ്ട സാഹചര്യങ്ങൾ വരുന്നില്ല. വളരെ കുറച്ച് മാത്രം, ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. രണ്ടാമത്തതായിട്ട് ഓറഞ്ച് ലൈറ്റ് ഞാൻ പറയാം. രണ്ടാമത്തതായിട്ട് കൂടുതൽ പ്രാർത്ഥിക്കുക, കൂടുതൽ പ്രാർത്ഥനയിലായിരിക്കുക. സോ ഫസ്റ്റ് വൺ കുറച്ച് മാത്രം സംസാരിക്കുക. സെക്കൻഡ് വൺ കൂടുതൽ പ്രാർത്ഥനയിലായിരിക്കുക. ഇനി ഗ്രീൻ ലൈറ്റ് എന്താന്ന് പറയാം. തിങ്ക് ട്വൈസ് എന്ന് പറയുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? 2 വട്ടം ചിന്തിച്ചതിന് മാത്രം പറയുക എന്നൊരു അർത്ഥമുണ്ട്. കൂടാതെ മറ്റൊരു അർത്ഥം കൂടി ടീച്ചർ പറഞ്ഞുതരാം. തിങ്ക്, THINK, തിങ്ക്. അതിലെ T ട്രൂത്ത്ഫുൾ. ഞാൻ പറയാൻ പോകുന്ന കാര്യം സത്യസന്ധമായിട്ടുള്ളതാണോ എന്ന് ചിന്തിച്ചിട്ട് മാത്രം പറയുക. സത്യമുള്ള കാര്യമാണോ ഞാൻ ഈ പറയാൻ പോകുന്നത്? സത്യമാണ് എന്നെനിക്ക് ബോധ്യമുള്ള കാര്യമാണെങ്കിൽ മാത്രം ഞാൻ മറ്റൊരാളോട് പറഞ്ഞാൽ പോരെ. അപ്പോൾ ഞാൻ സത്യസന്ധനായിരിക്കുന്നു, ഒപ്പം സത്യമുള്ളൊരു കാര്യമാണ് എന്നെനിക്ക് ബോധ്യമുള്ളത് മാത്രം ഞാൻ മറ്റൊരാളോട് പറയുന്നു. നെക്സ്റ്റ് വൺ ഹെൽപ്ഫുൾ. ഇത് ആ കേൾക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിൽ സഹായകരമാകുന്നു. ഞാൻ പറയാൻ പോകുന്ന കാര്യം ഈ കേൾക്കാൻ പോകുന്ന വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിൽ സഹായകരമാകുമോ എങ്കിൽ മാത്രം ഞാനത് പറയേണ്ട ആവശ്യമല്ലേ ഉള്ളൂ. അല്ലാതെ വെറുതെ പറയേണ്ട കാര്യമുണ്ടോ? അതാണ് H കൊണ്ട് ഹെൽപ്ഫുൾ ആണോ എന്ന് ശ്രദ്ധിക്കുക. ഇനി THI ഇൻസ്പിറേഷണൽ. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം മറ്റൊരു വ്യക്തിയെ ഇൻസ്പയർ ചെയ്യുമോ? അവർക്ക് ഒരു പുതിയ കാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഇൻസ്പയർഡ് ആകാനായിട്ട് സാധ്യതയുള്ള കാര്യമാണോ ഞാൻ പറയുന്നത്? അല്ലെങ്കിൽ അതിന് നേരെ മറിച്ച് ആ വ്യക്തിയെ പുട്ട് ഡൗൺ ചെയ്യാൻ, ആ വ്യക്തിക്ക് നിരാശയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേദനയിലേക്കും വിഷമത്തിലേക്കും കൊണ്ടുവിടുന്ന കാര്യമാണോ ഞാൻ ഈ പറയാൻ പോകുന്നത്? അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ പോകുന്ന കാര്യമാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേദന നൽകാൻ പോകുന്ന കാര്യമാണോ ഞാൻ ഈ പറയുന്നത്? എൻ്റെ കൂട്ടുകാരിയോട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അവൾക്ക് സന്തോഷമായിരിക്കുമോ സങ്കടമായിരിക്കുമോ തോന്നുന്നത്? സങ്കടമാണ് തോന്നുന്നതെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അങ്ങനെ ഒരു കാര്യം പറയണം? സന്തോഷിപ്പിക്കുന്ന കാര്യം മാത്രം ഞാൻ പറഞ്ഞാൽ പോരെ. ഈ ഒരു ചിന്താഗതി നമുക്ക് വേണം. സോ THII. ഇനി നെസസറി എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യമാണോ ഇത്? സത്യത്തിൽ പറയേണ്ട കാര്യമുണ്ടോ? ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കാതെ വളരെ ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ മാത്രം ആ ഒരു കാര്യം പറഞ്ഞാൽ പോലും. നമ്മൾ മറ്റൊരാളെ കുറിച്ച് ഒരു വ്യക്തിയോട് പറയുമ്പോൾ അത് സത്യമുള്ളൊരു കാര്യമാണോ? ആ കാര്യം പറയുന്നത്, അത് കേൾക്കുക വഴി മറ്റൊരാൾക്ക് എന്തെങ്കിലും സഹായമായിട്ട് സംഭവിക്കും, അല്ലെങ്കിൽ എനിക്ക് അത് പറയുന്നത് വഴി എന്തെങ്കിലും ഒരു സഹായം ലഭിക്കുമോ? ഇനി അതുമല്ല, ഇത് മറ്റൊരാൾക്കോ അല്ലെങ്കിൽ എനിക്കോ എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ തരുന്ന കാര്യമാണോ? അതല്ലെങ്കിൽ ഇത് പറയേണ്ട തന്നെ ആവശ്യമുണ്ടോ? THIN അത്രയും വരെ എത്തിയില്ലേ നമ്മൾ? പറയേണ്ട ഒരു ആവശ്യമുണ്ടോ? ഇത് ചിന്തിക്കുക, എന്നിട്ട് പറയുമ്പോൾ വെട്ടൊന്ന് മുറി രണ്ടെന്ന് പറഞ്ഞ പോലെ അല്ല നമ്മൾ പറയേണ്ടത്. വളരെ പൊളൈറ്റായിട്ട്, കൈൻഡായിട്ട് വേണം നമ്മൾ സംസാരിക്കുവാൻ. അപ്പം കൈൻഡ്, അതാണ് തിങ്ക് ട്വൈസ്. അത് ഈ ഒരു പ്രോസസ്സ് നമ്മൾ 2 വട്ടം ഒന്ന് ചിന്തിച്ചിട്ട് തന്നെ ചെയ്യുക. നമ്മൾ ഇത് പറയേണ്ട കാര്യമാണെങ്കിൽ മാത്രം പറയാൻ ശ്രമിക്കുക. നമ്മൾ സത്യസന്ധരായിരിക്കുക. എത്ര വട്ടം? ഇരട്ടി. നമ്മൾ എത്രമാത്രം സത്യസന്ധരായിരിക്കണമോ അതിനിരട്ടി സത്യസന്ധത കാണിക്കുക. നമ്മൾ ഇത് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണോ എന്ന് ആലോചിക്കുന്നു. നമ്മൾ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണായി മാറുന്നു. ഇരട്ടി. എത്രമാത്രം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നു അതിൻ്റെ ഇരട്ടിയായിട്ട് മറ്റുള്ളവരെ സഹായിക്കാനുള്ള സന്നദ്ധതയോടുകൂടി നമ്മൾ ഒരു കാര്യം സംസാരിക്കണം. ഇൻസ്പിറേഷണൽ, അതും ഇരട്ടി, ട്വൈസ്. ഓക്കെ, നമ്മൾ എത്രമാത്രം നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടോ, ഇത് ഈ ഒരു കാര്യം പറയുക വഴി എത്രമാത്രം മോട്ടിവേഷൻ ലഭിച്ചേക്കാമോ അതിനിരട്ടിയായിട്ടുള്ള മോട്ടിവേഷൻ നൽകാനായിട്ട് നമുക്ക് സാധിക്കണം. അത് നമ്മൾ ചിന്തിക്കുക. നെസസറി, ഒരു കാര്യം ആവശ്യമെങ്കിൽ മാത്രം പറയുവാനായിട്ടുള്ള കാര്യം
പറയുക. ഇനി വളരെ അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ തീർച്ചയായും തീഷ്ണതയോടുകൂടി അത് പറയാനും ശ്രമിക്കണം. സഭയിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിവേകശൂന്യമായ മൗനം. ടീച്ചർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പല ക്ലാസ്സിലും, വിവേകശൂന്യമായ മൗനം നമ്മുടെ സഭയിൽ പലപ്പോഴും സംഭവിക്കുന്നുണ്ട്, നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട്. തിന്മയായിട്ടുള്ള കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ അത് തിന്മയാണെന്ന് പറയാൻ സാധിക്കാത്ത വിവേകശൂന്യമായിട്ടുള്ള നമ്മുടെ മൗനം, അത് നെസസറി എന്ന് തോന്നുന്നത് പറയുക തന്നെ വേണം. രണ്ടിരട്ടി ശബ്ദത്തിൽ നമ്മളത് വിളിച്ച് പറയുക തന്നെ ചെയ്യണം. എന്നാൽ പറയുമ്പോൾ അല്പം മയവും വേണം, അല്ലേ? പെട്ടെന്ന് മുറി രണ്ടെന്നല്ല, അല്പം മയം വേണം. സോ ദാറ്റ്സ് എ തിങ്. തിങ്ക് ട്വൈസ്. ഇപ്പം ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈശോയുടെ കുഞ്ഞുമക്കൾ ഈശോയ്ക്ക് ഏറെ ഇഷ്ടമുള്ള മക്കളായി തന്നെ തീരും. ഏറെ ഇഷ്ടമുള്ള മക്കളായി വളരും. ജ്ഞാനത്തിലും പ്രായത്തിലും ഈശോയെ പോലെ തന്നെ വളരുവാൻ നിങ്ങൾക്കും സാധിക്കും. ഇത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനി നമ്മൾക്ക് ഒരു വിചിന്തനമുണ്ട്. എന്താണ് വിചിന്തനം? ഓരോ നല്ല ക്രൈസ്തവനും മറ്റുള്ളവൻ്റെ പ്രസ്താവനയെ ശപിക്കുന്നതിനേക്കാൾ അനുകൂലമായി വ്യാപരിക്കുന്നതിന് കൂടുതൽ തയ്യാറാകണം. എന്നാൽ അവൻ അങ്ങനെ ചെയ്യാൻ കഴിയുകയില്ലെങ്കിൽ അപരൻ എങ്ങനെ അത് മനസ്സിലാക്കുന്നുവെന്ന് അവനോട് ചോദിക്കട്ടെ. അവൻ മോശമായിട്ടാണത് മനസ്സിലാക്കുന്നതെങ്കിൽ അവനെ സ്നേഹത്തോടെ തിരുത്തട്ടെ. അത് മതിയാവുകയില്ലെങ്കിൽ അപരനെ തെറ്റിൽ നിന്ന് രക്ഷിക്കുന്നതിനു വേണ്ടി ശരിയായ ഒരു വ്യാഖ്യാനത്തിലേക്ക് നയിക്കുവാൻ വേണ്ട സമുചിതമായ സകല മാർഗങ്ങളും അവൻ അവലംബിക്കട്ടെ. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള. ഈ പാഠഭാഗത്തിലെ അവതാരണ ചോദ്യങ്ങൾ എന്തെല്ലാമാണെന്ന് കാണണ്ടേ നിങ്ങൾക്ക്? ഓൾറെഡി നമ്മൾ പറഞ്ഞ ഭാഗത്ത് നിന്നുള്ള ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. ചോദ്യങ്ങൾ എന്തെല്ലാമെന്ന് കാണാം. കള്ളസാക്ഷി പറയരുതെന്ന പ്രമാണം ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ എന്തെല്ലാം? 8ാമത്തെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ പാപങ്ങൾ എന്തെല്ലാമാണ്? രഹസ്യ ലംഘനം കുറ്റകരമല്ലാതാകുന്ന സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾക്ക് അവതാരണ ചോദ്യത്തിനായുള്ളത്. ഇനി നമ്മൾക്ക് ഏതെങ്കിലും ഒരു വിശുദ്ധൻ, സത്യത്തിന് വേണ്ടി നിലയുറച്ച ഒരു വിശുദ്ധനെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് വിശുദ്ധനാണ്? അതെ, വിശുദ്ധ ജോൺ നെബുംസിയാസിനെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ കണ്ടെത്താനാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ ആക്ടിവിറ്റി ആയിട്ടുള്ളത്. കൂടാതെ നമുക്ക് വിശകലനം ചെയ്യുവാനായിട്ട് മറ്റൊരു കാര്യമുണ്ട്. സമകാലികമായ സാഹചര്യത്തിൽ സത്യത്തെ ലംഘിക്കുന്ന സമകാലിക സംഭവങ്ങൾ നടക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ഏവ എന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം നമ്മൾ സത്യത്തിന് നിലയുറച്ചുള്ള ഉദ്ധരണികൾ, കോട്ട്സ് അബൌട്ട് ട്രൂത്ത്, അത് നമ്മൾ കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും നമ്മൾക്ക് ക്ലാസ് റൂമിലായിരുന്നെങ്കിൽ ഒരു ആക്ടിവിറ്റി ആയിട്ടൊക്കെ ചെയ്യാമായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ടെങ്കിലും ഒത്തിരി ഓൺലൈൻ ക്ലാസ്സുകളും മറ്റ് അസൈൻമെൻറ്റ് പേരൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് അത് ടീച്ചർ തരുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു കാര്യം നമ്മൾ ഒരു നിലപാടെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ടീച്ചർ ഒരു ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് തരാം. നിലപാട് എന്തിനെ കുറിച്ചാണ് നിലപാടെടുക്കേണ്ടത്? സാഹചര്യം ഇതാണ്. ദിസ് ഇസ് എ കേസ് സ്റ്റഡി. ഈ ഒരു കേസ് സ്റ്റഡിയാണ് നിങ്ങൾക്ക് തരാം. കൂട്ടുകാരുടെ ഇടയിലെ ഒരു മോഷണം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. താഴെ പറയുന്നവരെ സമീപിച്ചപ്പോൾ അവരിൽ നിന്നുണ്ടായ പ്രതികരണം ഇങ്ങനെയാണ്. ടീച്ചറിനടുത്ത് ചെന്നപ്പോൾ ടീച്ചർ പറഞ്ഞു, ആർക്കെങ്കിലും പരാതി ഉണ്ടോ എന്ന് നോക്കട്ടെ, പിന്നെ ഇടപെടാം. ഒരു കൂട്ടുകാരനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, വേറെ ആരെങ്കിലും കണ്ടോ? ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി മറ്റൊരാളോട് ഇതിനെക്കുറിച്ച് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുവാണ്, അവൻ്റെ വീട്ടിൽ ധാരാളം സ്വത്തൊക്കെ ഉണ്ടെന്നേ, അതെന്ത് ആരെങ്കിലും കുറച്ചെടുത്തുകൊണ്ട് പൊക്കോട്ടെ. ഇങ്ങനെ മറ്റുള്ളവർ പ്രതികരിക്കുമ്പോൾ നിങ്ങൾ സത്യത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള, സത്യം ഈശോയാണെന്ന് അറിയുന്ന, സത്യത്തെ പിൻചെല്ലുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെടുക്കുന്ന നിലപാട് എന്ത്? 2 വരിയിൽ കുറയാതെ എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായും വാട്സപ്പ് ചെയ്യാം. പിന്നെ ബാക്കി ഡീറ്റെയിൽസും കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാ ഇൻഫർമേഷനും ടീച്ചർ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തന്നേക്കാം. ക്രിസ്തുവിന് സാക്ഷികളായി തീരുവാൻ, സത്യത്തിന് സാക്ഷികളായി തീരുവാൻ നമ്മുടെ ജീവിതത്തിൽ സാധിക്കട്ടെ. നിങ്ങൾക്കും ടീച്ചറിനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഈ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യുന്ന ഒരു പ്രാർത്ഥനയോടുകൂടി ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നിത്യപിതാവേ, ഇന്നേ ദിവസം ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന സകല ദിവ്യബലികളോടും ചേർത്ത് അങ്ങേ പ്രിയപുത്രന്റെ പരിശുദ്ധ രക്തത്തെ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ രക്ഷയ്ക്കായും ലോകത്തിലെ പാപികൾക്കായും സഭയിലെ പാപികൾക്കായും എൻ്റെ ഭവനത്തിലെയും കുടുംബത്തിലെയും പാപികൾക്കായും ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.